പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നി ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പടർന്നു പിടിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ ഒന്നായ ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നു. അമേരിക്കയും ബ്രിട്ടനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കം. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി ഇറാൻ 2 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇവ സൈനിക താവളത്തിൽ പതിച്ചില്ല എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വിക്ഷേപിച്ച ആദ്യത്തെ മിസൈൽ യാത്രാ മധ്യേ തന്നെ തകർന്നു വീണു. രണ്ടാമത്തെ മിസൈലിനെ അമേരിക്കൻ യുദ്ധക്കപ്പലിൽ നിന്നുള്ള SM-3 ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്ത് കളയുകയും ചെയ്തു. എന്നാൽ ഈ മിസൈൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്നായിരുന്നു ഈ ആക്രമണം നടന്നതെന്ന് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വൈറ്റ് ഹൗസോ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയമോ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെയുള്ള ഈ ഒരു ആക്രമണം ഇത്രത്തോളം ഗൗരവമുള്ളതാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് അധീനതയിലുള്ള ഒരു സുപ്രധാന ദ്വീപാണ് ഡീഗോ ഗാർഷ്യ. അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായിട്ടാണ് ഇവിടെ സൈനിക താവളങ്ങൾ നിയന്ത്രിക്കുന്നത്. ആഫ്രിക്ക, പശ്ചിമേഷ്യ, ഏഷ്യ എന്നീ മേഖലകളിലേക്കുള്ള അമേരിക്കയുടെ വ്യോമനാവിക നീക്കങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബ് തന്നെയാണിത്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ അമേരിക്കൻ ദീർഘദൂര ബോംബറുകൾ പറന്നുയർന്നത് ഇവിടെ നിന്നാണ്. ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നേരിടാനും അമേരിക്ക ഉപയോഗിക്കുന്ന ഈ താവളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ കോട്ടകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇറാന്റെ മിസൈലുകൾ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എത്താൻ ശ്രമിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക വലിയ തോതിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 11ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിലെ 2500ഓളം നാവികരുമായി USS ബോക്സർ അടക്കമുള്ള 3 യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. നിലവിൽ ഈ മേഖലയിലുള്ള 50,000ഓളം അമേരിക്കൻ സൈനികർക്ക് പുറമെയാണ് ഇത് എന്ന് ഓർക്കണം. മറുവശത്ത് ആഗോള വാണിജ്യത്തിന്റെ നട്ടലായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഉറപ്പാക്കാനും അമേരിക്ക ശ്രമം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ബോട്ടുകൾക്ക് നേരെ അമേരിക്കയുടെ A-10 വാർത്തോഗ് വിമാനങ്ങൾ ആക്രമണം നടത്തുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ പുറമെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാനെ നിർബന്ധിതരാക്കുന്നതിനായി ഇറാന്റെ സുപ്രധാന കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം ഇപ്പോൾ ഒരു നിർണായക വഴിത്തിരിവിൽ തന്നെയാണെന്ന് പറയാം. ഇതുവരെ പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്രതിസന്ധി ഡീഗോ ഗാർഷ്യ ആക്രമണത്തോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഏതൊരു നിമിഷവും നിയന്ത്രണം വിട്ടു പോകാവുന്ന ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.